ശബരിമല സന്നിധാനത്തും പമ്പയിലും ഭക്ഷ്യസുരക്ഷാ ലാബുകൾ സജ്ജമാക്കണമെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. അപ്പം അരവണ നിർമ്മാണത്തിന് ഭക്തരിൽ നിന്നുള്ള നെയ്യ് മുഴുവനായി ഉപയോഗിക്കാനുള്ള തീരുമാനത്തിന് പിന്നാലെയാണ് മന്ത്രിയുടെ നിർദ്ദേശം. ഇതിനായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് മന്ത്രി കത്ത് നൽകി. ലാബുകൾ സ്ഥാപിക്കുന്നതിനും ഉപകരണങ്ങൾ വാങ്ങുന്നതിനും വേണ്ട തുക ബോർഡ് കണ്ടെത്തണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അനു അശോകൻ ചേരുകയാണ്. അനു, എന്തായാലും ശബരിമലയെ ചൊല്ലി പ്രത്യേകിച്ച് ഈ നെയ്യുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വിവാദങ്ങൾ ഉള്ള ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. എന്തായാലും അവിടെ ഒരു ലാബ് സജ്ജീകരിക്കണം, ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ പോകണമെന്ന് പറയുകയാണ് ദേവസ്വം മന്ത്രി. അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. നമുക്കറിയാം, മിൽമയിൽ നിന്ന് വാങ്ങിയ നെയ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം നടക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം ഇനി മുതൽ പുറത്തുനിന്ന് നെയ്യ് വാങ്ങേണ്ടതില്ലെന്നും ഭക്തർ കൊണ്ടുവരുന്ന നെയ്യ് മാത്രം ഉപയോഗിച്ച് അപ്പം അരവണ നിർമ്മിച്ചാൽ മതിയെന്നുമുള്ള ഒരു തീരുമാനമെടുത്തത്. ഈ നീക്കത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ദേവസ്വം മന്ത്രി തന്നെ ഇത്തരത്തിലൊരു ലാബ്, അതും അത്യാധുനിക രീതിയിലുള്ള ലാബ് സജ്ജീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് കത്ത് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, ഓരോ മണ്ഡല മകരവിളക്ക് സീസണിലും ലക്ഷക്കണക്കിന് ഭക്തരാണ് വരുന്നത്. ഇവർ പലതരത്തിലുള്ള നെയ്യാണ് കൊണ്ടുവരുന്നത്. ഇവർ പമ്പയിലും സന്നിധാനത്തുമുള്ള നെയ്ത്തോണിയിലാണ് ഈ നെയ്യ് നിക്ഷേപിക്കുന്നത്. അപ്പോൾ ഇത്തരം നെയ്യിൽ എന്തൊക്കെയാണ് മായം കലർന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷാംശമുണ്ടോ എന്നുള്ള ഒരു പരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. അതല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന നിലയിലേക്ക് എത്തും. ഈ സാഹചര്യത്തിലാണ് പമ്പയിലും അതുപോലെ തന്നെ സന്നിധാനത്തെയും ആശുപത്രികളിൽ ഫോറൻസിക് മെഡിസിൻ, ആരോഗ്യവകുപ്പ്, ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു അത്യാധുനിക ഒരു ലാബ് സജ്ജീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ഈ പറയുന്ന അരവണയിലെ മായം പരിശോധിക്കുന്നത് ഭക്ഷ്യ വകുപ്പായിരിക്കും. അതുപോലെ തന്നെ നെയ്യിൽ എന്തെങ്കിലും വിഷാംശമുണ്ടെങ്കിൽ കണ്ടെത്തേണ്ടത് ഫോറൻസിക് മെഡിസിന്റെ ചുമതലയായിരിക്കും. ഈ പറയുന്ന നെയ്യിൽ എന്തെങ്കിലും മലിനീകരണമുണ്ടോ എന്ന് കണ്ടെത്തേണ്ടത് ആരോഗ്യ വകുപ്പിന്റെ ചുമതലയായിരിക്കും. സ്വാഭാവികമായും ഭക്തർ ഈ നെയ്ത്തോണിയിൽ നിക്ഷേപിക്കുന്ന നെയ്യ് 5 ബാരലുകളിലായി കളക്ട് ചെയ്തുകൊണ്ട് അതിൽ ഒരു ബാരലായിരിക്കും ഈ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന് ഈ ലാബിലേക്ക് കൈമാറുക. ഇവരുടെ ക്വാളിറ്റി ചെക്ക് അതിൽ പൂർണ്ണമായി വിജയിച്ചെങ്കിൽ മാത്രമേ ഈ പറയുന്ന നെയ്യ് അപ്പത്തിനും അരവണയ്ക്കും ഉപയോഗിക്കാൻ കഴിയൂ എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം മന്ത്രിയായ കെ മുരളീധരൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കത്ത് നൽകിയിരിക്കുന്നത്. ഈ ലാബ് സജ്ജീകരിക്കേണ്ടതും അതിനായി വേണ്ട അത്യാധുനിക ഉപകരണങ്ങൾ വാങ്ങേണ്ടതും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനായിരിക്കണം. ഈ വരുന്ന മണ്ഡല മകരവിളക്ക് സീസണിന് മുന്നോടിയായി തന്നെ ഈ പമ്പയിലും സന്നിധാനത്തും ഇത്തരത്തിലുള്ള ഭക്ഷ്യസുരക്ഷാ ലാബുകൾ സജ്ജീകരിക്കണം എന്നുള്ളതാണ് മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിനുള്ള തുക കണ്ടെത്തേണ്ടതും ദേവസ്വം ബോർഡാണ്. കാരണം പമ്പയിലും സന്നിധാനത്തും മാത്രമാണ് നെയ്ത്തോണികൾ ഉള്ളത്. ഭക്തർ അവരുടെ നെയ്യ് നിക്ഷേപിക്കുന്നതും ഈ പറയുന്ന നെയ്ത്തോണികളിലാണ്. അതുകൊണ്ടാണ് ഈ 2 കേന്ദ്രങ്ങളിലും ഇത്തരത്തിൽ ലാബുകൾ വേണമെന്ന് മന്ത്രി ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജിജീഷ്, ശരി.